മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ കണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും സിനിമ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. സോ എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഐ എം കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ്. ഒരു പക്ക LJP പടം കാണാനാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്, അല്ലാതെ ഒരു പുലിമുരുകനോ ഒരു ലൂസിഫറോ കാണാനല്ല എന്ന് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ആ ഒരു സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ എനിക്ക് സിനിമയിൽ കിട്ടിയില്ല. യാതൊരു തരത്തിലും കണക്റ്റ് ആയില്ല എന്ന് പറയാം. കാരണം വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് സിനിമയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് മൈൻഡ് സെറ്റായിട്ടാണ് അതിൽ കയറുന്നത്. കാരണം വിഷ്വലി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഗംഭീരമായിട്ട് സ്ലോ മോഷനിലായിട്ട് കാണിച്ചു പോകുന്നിട്ടാണ് ഈ സിനിമ നീങ്ങുന്നത്. അല്ലാതെ വലിയ പറയത്തക്ക കഥയൊന്നുമില്ല. ചെറിയൊരു കഥ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ അപ്രോച്ച് ചെയ്യുന്നതെങ്കിലും ഈ സിനിമയിൽ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. കാരണം ഭയങ്കര നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കുറേ കിടിലും ഫ്രെയിംസ് ഈ സിനിമയിലുണ്ട്. അത് ഭയങ്കര സ്ലോ മോഷനൊക്കെ ആയിട്ട്, അതും ഈ 1000 FPS എടുത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അത് ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഇതിന് സിനിമാറ്റോഗ്രഫി വൈസ് ഗംഭീരമാണ് സിനിമ. പക്ഷേ വിഷ്വൽ മാത്രം പോരല്ല, അതിൻ്റെ കൂടെ സ്റ്റോറി ടെല്ലിംഗ് കൂടി വേണം. ഈ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ ഓരോ ഫ്രെയിമിലും കാണിക്കുന്ന കാര്യങ്ങളിലൂടെ കഥ നമ്മളിലേക്ക് കൺവേ ചെയ്യണം. ഇതിൽ അങ്ങനത്തെ ഒന്നും നല്ലില്ല, ജസ്റ്റ് ഫ്രെയിം മാത്രമേ ഉള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുന്നു എന്നതല്ലാതെ ആ ഫ്രെയിമിൽ നിന്നും ഒന്നും നമുക്ക് കൺവേ ആവുന്നില്ല. ചിലപ്പോൾ ഒരു 10, 15, 30 സെക്കൻഡൊക്കെ ആയിരിക്കും ഒരു ഫ്രെയിം ഒറ്റയടിക്ക് ഇങ്ങനെ കാണിച്ചു തരും. പക്ഷേ ആ ഫ്രെയിമിൽ ഒന്നും ഇല്ലെങ്കിൽ അത് കഥയിൽ ഒരു ഇൻപുട്ടും ഇല്ല, കഥയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഈ രീതിക്ക് ഒരു മോട്ടീവ് ഉള്ളൊരു കഥ ഈ സിനിമയ്ക്കില്ല. അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു ഫോഴ്സ് ഇല്ല. ദെൻ കാണിക്കുന്ന പഞ്ച് വരേണ്ട ഒരുപാട് സാധനങ്ങളിൽ പഞ്ചില്ലാത്ത ഒരു നനഞ്ഞ പടക്കം പോലെയാണ് സിനിമയിലെ പല സീക്വൻസുകളും ഇങ്ങനെ പോകുന്നത്. ഒരു പർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞാൽ ഈ സിനിമയുടെ കഥ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു പ്രീ ക്ലൈമാക്സ് എന്നല്ല, ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ഈ സിനിമ കഴിഞ്ഞു. പിന്നെ എന്തിനാണ് പിന്നെ സിനിമ കാണിക്കുന്നതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഒരു 1/4 മണിക്കൂറൊക്കെ വൻ വെറുപ്പിക്കലാണ്. പിന്നെ ഈ സിനിമ എൻഡ് ചെയ്യുന്ന വിധവും എന്തിനു കണ്ടു എന്നുള്ള രീതിയിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അത് വൻ ഷോക്കായിട്ടുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ നമ്മളൊരു പ്രോപ്പർ കംപ്ലീറ്റ് ആക്ടറുടെ കയ്യിൽ നിന്നും ഒരു കംപ്ലീറ്റ് മൂവി പ്രതീക്ഷിച്ച് പോകുമ്പോൾ വളരെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. ലാലേട്ടൻ്റെ പെർഫോമൻസിലൊന്നും ഒരു പ്രശ്നമില്ല. മൂപ്പർ എന്താണ് എന്തൊക്കെ മൂപ്പരെ കൊണ്ട് പറ്റും എന്നുള്ളത് ക്വാളിറ്റി നമുക്കറിയാം. പക്ഷേ ഒരു LJP മൂവിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല എന്നതാണ് പേഴ്സണലി എന്നെ നിരാശപ്പെടുത്തിയ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നെന്ന് പറയാം. സോ മേക്കിംഗ് വൈസ് അതിൻ്റെ വിഷ്വലി ഗംഭീരമായിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഇപ്പോൾ ആർട്ട് വർക്കൊക്കെ ഉണ്ട്, ഈ ഇവരുടെ കോസ്റ്റ്യൂംസൊക്കെ ഉണ്ടാക്കിയത് ചിലവരുടെ ഈ എന്താ പറയുക ആർമറിയൊക്കെ വളരെ ശോകം, വൻ മോശം എന്ന് പറയാം. ഈ തിൻ പേപ്പർ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ പോലെയൊക്കെ തോന്നി. ഇതിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവർക്ക് ഒരു പക്ഷേ സങ്കടം വന്നേക്കാം. പക്ഷേ നിങ്ങൾ ചെയ്തു വെച്ചാൽ പോരാ മാത്രം, ഞങ്ങളത് കാണുമ്പോൾ ഞങ്ങൾക്കത് ഫീൽ ചെയ്യണ്ടേ. ഇപ്പോൾ പല സിനിമകളിൽ ഇതുപോലെ തന്നെ ഒക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ചില കാര്യങ്ങൾ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫ്രെയിമിൽ പ്രധാനമായിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെ പോലും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ ആർട്ട് വർക്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്കത് ഫീൽ ചെയ്യണം അവർ ഇട്ടിരിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുന്ന വെപ്പണറി അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും ഇത്തരത്തിൽ നമുക്ക് ഫീൽ ചെയ്താൽ മാത്രമാണ് ആ സിനിമ അല്ലെങ്കിൽ അതിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് അതുപോലെ കൺവേ ആവുള്ളൂ. ഈ രീതിക്ക് ഫ്രെയിമിൽ വിഷ്വലി ലൊക്കേഷൻ വൈസ് കുറേ സാധനങ്ങൾ ഗംഭീരമായിട്ടുണ്ടെങ്കിലും ആർട്ട് വർക്കിലൊക്കെ ചിലതൊക്കെ നല്ലത്, ചിലതൊക്കെ വളരെ ശോകം എന്ന് പറയേണ്ടി വരും. ദെൻ LJP പടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ രണ്ട് വശങ്ങൾ എങ്ങനെ പോയാലും ഉണ്ടാവും. ഇപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും രണ്ട് വിഭാഗം ഉണ്ടെങ്കിലും പല രീതിക്കുള്ള ചർച്ചകൾ വരും. ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവരോടൊക്കെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ടാവും ഒരു പക്ഷേ ഈ സിനിമ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് അത് അറിയാനുള്ള തലച്ചോറില്ല, ഇതൊക്കെ ബുദ്ധിജീവികൾക്ക് പറ്റിയ പടമാണെന്നൊക്കെ പറയും. ഇത് അങ്ങനത്തെ ഒരു പടയല്ല. ഇത് രണ്ടും കൂടി ബ്ലെൻഡായിട്ട് മിക്സ് ആയിപ്പോയിട്ടുള്ളൊരു ജോണറായിട്ട് എനിക്ക് തോന്നി. ഈവൻ ഫൈനൽ ആക്ടിലേക്കൊക്കെ വരുമ്പോൾ ഈ സിനിമയുടെ ജോണർ തന്നെ ഷിഫ്റ്റായി വേറെ എങ്ങോട്ടൊക്കെ പോകുന്നു. സോ ഇപ്പോൾ ഇതിൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആക്ഷൻ സീക്വൻസുകൾ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി മിക്സായിട്ട് മൊത്തത്തിൽ ഒരു അവിയിൽ വരുവായി എന്തൊക്കെയോ കണ്ട ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. സോ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. എൻ്റെ കൂടെ കണ്ടവർക്കൊക്കെ ഇതേ ഒപ്പീനിയൻ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് ആ തിയേറ്ററിൻ്റെ ഒരു വൈബ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ഊക്കാണ് ആൾക്കാർ ഇരുന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട്. അങ്ങനത്തെ അവസ്ഥ ഇതിനു മുമ്പ് ചില സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒടിയനൊക്കെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. സോ അങ്ങനത്തെ ഒരു ഫീലാണ് ഫാൻ ഷോയ്ക്ക് അടങ്ങി എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ ഒരു വട്ടം ഒന്ന് കണ്ടു നോക്കുക, കാണാതിരിക്കുന്നു വേണ്ട, കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. സിനിമ യാതൊരു തരത്തിലും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. വെളുപ്പം കാലത്ത് രാവിലെ 6-6:30 അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സിനിമ ഗംഭീരമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടിട്ട് നമുക്കൊന്നും കിട്ടാതെ വരുമ്പോഴുള്ള സങ്കടം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. സോ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.